ഈ അടുത്ത് റീനൽ കംപ്ലൈന്റ് ആയ ഒരു പേഷ്യന്റ് വന്നിരുന്നു. അവര് ഓൾറെഡി ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് ചെയ്ത് ഹിസ്റ്ററി നോക്കിയപ്പോൾ ഇവർക്ക് കുറെ കാലങ്ങളായി റിപ്പീറ്റഡ് ആയി തലവേദന വന്നിരുന്നു എന്ന് മനസ്സിലായി. ഇവര് വേറെ ഡോക്ടറെ ഒന്നും കണ്ടിട്ടുണ്ടായില്ല. വേദന വരുമ്പോ പെയിൻ കില്ലറോ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ടാബ്ലറ്റോ കഴിക്കും. പെയിൻ കുറയും, പിന്നെയും വരും, ഇതേ കാര്യം തന്നെ ചെയ്യും. പെയിൻ കുറഞ്ഞില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡോസ് കൂടിയ മെഡിസിൻസ് കഴിക്കും. ചോദിച്ചപ്പോ അവര് ഇപ്പൊ ഓഫീസിലേക്ക് പോവാൻ നിൽക്കുക, ജോലി ചെയ്യുക, ഈ ടൈമിലൊക്കെ ആയിരിക്കും തലവേദന വരിക. അപ്പൊ ഡോക്ടറെ കാണാനൊന്നും പറ്റില്ല, അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കും. ഇങ്ങനെയാണ് അവര് പറഞ്ഞത്. അവര് ഇത് മൈഗ്രെയിൻ ആണെന്നാ കരുതിയത്. ഇവരുടെ സിംറ്റംസ് നോക്കിയപ്പോഴാണ് അത് മൈഗ്രെയിൻ അല്ല, സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലായത്. കണ്ടിന്യൂസ് ആയി കുറെ കാലം പെയിൻ കില്ലർ കഴിക്കുന്ന ആളുകളിൽ കിഡ്നി ലിവർ ഡിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായി പല പഠനങ്ങളിലും പറയുന്നുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പേർക്ക് ഓവറായി ഇങ്ങനത്തെ വേദന സംഹാരികൾ കഴിക്കുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പറ്റി അറിയാം. പക്ഷെ ലൈഫിന്റെ തിരക്കിനിടയിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായ ചികിത്സ എടുക്കാൻ അവര് സമയം മാറ്റി വെക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇങ്ങനെ സ്വയം ചികിത്സിക്കുമ്പോഴുള്ള കുഴപ്പം നിങ്ങൾക്കുള്ള തലവേദന എന്തുകൊണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ രോഗങ്ങൾ ഉണ്ടാവാം, പല മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവാം. അതിനോടൊപ്പം ഇങ്ങനെയുള്ള മരുന്നുകളും കഴിക്കുമ്പോൾ മറ്റു രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ റിക്കറന്റ് ആയ തലവേദന വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായത് ഡയഗ്നോസ് ചെയ്യുക, അതിനാവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുക.